السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായ നിലക്ക് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയമനുസരിച്ച് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണു. ഈ ജനിച്ചു വീണ നമ്മൾ ഓരോരുത്തരും മരണപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മളെല്ലാവരും മരണപ്പെടുന്ന ഒരു ദിവസം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. മരണം എന്നുള്ളത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ജീവിതം ആസ്വദിക്കുന്നത് പോലെ മരണത്തെയും നമ്മൾ ഓരോരുത്തരും ആസ്വദിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ് മരണം? എന്താണ് സഹോദരിമാരെ മരണം എന്ന് പറഞ്ഞാൽ? മരണം അതൊരു വേദനയാണ്. മരണം അത് ഒരു വേർപാടാണ്. മരണം ഒരു ശൂന്യതയാണ് നമ്മൾക്ക് നൽകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ദിനേന എത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അതാ ഒരു ദിവസം ഒരു മനുഷ്യൻ രാവിലെ ഖബർ കുഴിക്കുകയാണ്. ആ ഖബർ കുഴിക്കുന്നത് അയാളെ തന്നെ കിടത്താനാണ് എന്ന് ആ ഖബർ കുഴിക്കുന്ന മനുഷ്യൻ ആലോചിച്ചിട്ടില്ല. രാവിലെ അയാൾ കുഴിച്ച ഖബറിൽ ളുഹറാകുമ്പോ അയാളുടെ മയ്യത്ത് കൊണ്ടുവരപ്പെടുന്നു എന്ന് പറയുമ്പോ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാനാവില്ല ഇതേത് നേരമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന്. ഒരു ഉമ്മ തന്റെ 3 മക്കളെ മദ്രസയിലേക്ക് അയച്ചതാണ്. മദ്രസയിലേക്ക് അയച്ച് എന്റെ മകൾ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ദീനീ ബോധമുണ്ടാകണം, കൺകുളിർമ നൽകണം എന്നുള്ള ആഗ്രഹത്തോടെ മക്കളെ മദ്രസയിലേക്ക് അയച്ച ഉമ്മ കേട്ട വാർത്ത എന്താണെന്നറിയോ സഹോദരിമാരെ? 3 മക്കളും ഭക്ഷ്യവിഷബാധയേറ്റിട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അത് ന്യൂസ് ചാനലിലൂടെ കാണുന്ന ഉമ്മയുടെയും വാപ്പയുടെയും അവസ്ഥ എത്ര ഭീകരമാണ്. അതാണ് മരണം എന്ന് പറയുന്നത്. മരണത്തിന് അങ്ങനെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നതൊന്നുമില്ല. മക്കളെ സ്കൂളിലേക്ക് അയച്ചു. സ്കൂളിലേക്ക് മക്കളെ വിട്ടയച്ചിട്ട് വാപ്പ പറയുകയാണ്, മോളെ ഞാനിതാ നിന്നെ വൈകുന്നേരം കൂട്ടാൻ വരും കേട്ടോ. നീ മറ്റുള്ള കുട്ടികളെ കൂടെ വീട്ടിലേക്ക് വരരുത്, നീ ഒറ്റക്ക് വീട്ടിലേക്ക് നടന്നു വരരുത് എന്ന് വാപ്പ പറഞ്ഞിട്ട് മക്കളെ സ്കൂളിലേക്ക് വിട്ടതാണ്. ഉച്ചക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഫോൺ കോൾ വന്നപ്പോ എടുത്തു നോക്കുമ്പോ കേൾക്കേണ്ടി വന്നത് അത്ര നല്ലൊരു വാർത്തയായിരുന്നില്ല സഹോദരന്മാരെ. വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് ആണ് വന്നത്. ഒരു രോഗം ഉണ്ടായിട്ടില്ല, ഒരു വിഷമം ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ലാത്ത വാപ്പ എങ്ങനെ മടങ്ങിപ്പോയി എന്നുള്ള അന്താളിപ്പിൽ ആ കുഞ്ഞു മകള് വേദനിച്ചിരിക്കുമ്പോ നമ്മൾ ആലോചിക്കണം, മരണം അത് വേദനയാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്ന്. ഉമ്മയെ പെറ്റുമ്മയെ കൂട്ടിക്കൊണ്ട് അങ്ങാടിയിലേക്ക് ബൈക്കിൽ പോയതാണ്. ടൗണിലെത്തിയ വേളയിൽ ഉമ്മയുടെ തട്ടം ടയറിൽ കുടുങ്ങിയിട്ടതാ ഉമ്മ നിലത്തേക്ക് വീഴുന്നു. മകൻ കാണുകയാണ് ഉമ്മയുടെ മരണം മുന്നിൽ വെച്ചുകൊണ്ട്. മകന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി മലപ്പുറത്തുള്ള ഒരു വാപ്പയും ഉമ്മയും
തന്റെ മകന് വില കൂടി ഒരു ബൈക്ക് സമ്മാനമായിട്ട് വാങ്ങിക്കൊടുത്തു. എന്താ ഉണ്ടായത്? വാപ്പയും ഉമ്മയും സ്നേഹത്തോടെ വാങ്ങിത്തന്ന ആ ബൈക്ക് എടുത്തങ്ങാടിയിൽ ചങ്ങാതിയുടെ കൂടെ ആദ്യമായി ഒന്ന് ഓടിച്ചു നോക്കാൻ പോയതാണ്. പിന്നെ ആ മകൻ തിരിച്ചു വന്നിട്ടില്ല. എന്തേ മടങ്ങി വരാതിരുന്നത്? ആ മകന്റെ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ പറയുന്നത് പോലെ ചില കാരണങ്ങൾ മരണത്തിന് ആവശ്യമില്ല. പഠനം പഠിക്കുകയാണ്, പഠനം കഴിഞ്ഞിട്ടേ മരണമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച പല സഹപാഠികളും ഇന്നും ബാക്കിയായേനെ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രായം കടന്നുപോയാൽ മാത്രമേ മരണപ്പെടൂ എന്നുണ്ടെങ്കിൽ ഒരു ഉമ്മാക്കും വാപ്പാക്കും 5 വർഷത്തോളം മക്കളില്ലാതെ വേദനിച്ച് അവസാനം ഒരു കുഞ്ഞുമകളെ കിട്ടി. 2 മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെടുകയാണ്. എന്തേ നഷ്ടപ്പെട്ടത്? എന്താ നഷ്ടപ്പെടാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കൊരു അവധി പ്രഖ്യാപിക്കും. നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിന് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അവിടെയാണ്, നമ്മൾ ഇവിടെയാണ്, നമ്മൾ ആ തിരക്കിലാണ്, നമ്മൾ ജോലിയിലാണ് എന്ന് തുടങ്ങി ഒരു കാര്യത്തും അത് മാറ്റിവെക്കൂല എന്ന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഐനമാ യകൂനു യുദ്രിക്കുമുൽ മൗത്ത്, ഐനമാ യകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ وإن تصبهم حسنة يقولوا هذه من عند الله. നിങ്ങൾ എവിടെയായിക്കോട്ടെ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ ഭദ്രമാക്കി വെച്ച, കെട്ടി ഉയർത്തിയ മണിമാളിക മേലിലാണെങ്കിലും നിങ്ങളെ അല്ലാഹു പിടിക്കും. നല്ലൊരു വീടെടുത്തിട്ടുണ്ട്, അതിന് നല്ലൊരു കിടങ്ങ് കെട്ടിയിട്ടുണ്ട്, എല്ലാവിധ സുരക്ഷിത സംവിധാനവും ചെയ്തിട്ടുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ ലോക്ക് ഇട്ടുകൊണ്ട് നമ്മുടെ റൂമിന്റെ പുതപ്പിന്റെ ഉള്ളിൽ ഒളിച്ചു നിന്നാലും അള്ളാഹു നമ്മുടെ മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണം നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാ നമുക്ക് പറഞ്ഞു തന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഏ ഈമാനുള്ളവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. എങ്ങനെ? ഹഖ്ഖ തുഖാതി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് പടച്ചോൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ഒരാളും മരണപ്പെടാൻ പാടില്ല കേട്ടോ. മുസ്ലിങ്ങളായിട്ടായിരിക്കണം നിങ്ങൾ മരണപ്പെടേണ്ടത്. എവിടെയായാലും നമ്മൾ ഓടുകയാണ്, നമ്മൾ നടക്കുകയാണ്, നമ്മൾ മാളിലേക്ക് പോവുകയാണ്, ഞാൻ എന്റെ കുടുംബ പരിപാടിയിലേക്ക് പോവുകയാണ്, ഞാൻ കല്യാണത്തിന് പോവുകയാണ്, എന്റെ വീട്ടിൽക്കൂടിലേക്ക് ഞാൻ ഇതാ കടന്നു പോകുന്നു, ഇതാ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും വന്നിരിക്കുന്നു, ഞാൻ ഇതാ ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്നു, ഞാൻ വെള്ളത്തിനടിയിലൂടെ യാത്ര ചെയ്യുന്നു. എന്തുമായിക്കോട്ടെ, നീ എവിടെയുമായിക്കോട്ടെ, വലാ തമൂതുന്ന, നീ മരിക്കാൻ പറ്റൂല ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമല്ലാത്തൊരു മരണം സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കുണ്ടാകാൻ പാടില്ല. ജീവിതത്തിന്റെ എല്ലാ നിമിഷത്തിലും നമ്മൾ ഒരു മുസ്ലിമാണ് എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കണം. കച്ചവടത്തിലായിക്കോട്ടെ, ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, മക്കളോടായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലായിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് അല്ലാഹു ഖുർആനിന്റെ ഓരോ ഭാഗങ്ങളിലും ഈ മരണത്തെ പറ്റി വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മരണത്തിന്റെ അവസ്ഥകൾ ഏതൊക്കെയാണ്? ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅ, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. അങ്ങനെ അവരുടെ അവധി വന്നു കഴിഞ്ഞാൽ, അങ്ങനെ അവരുടെ അവധി വന്നാൽ ഒരു നാഴിക നേരം പോലും അവർക്ക് വൈകിപ്പിക്കാനാകൂല. നമ്മുടെ മരണം, മലക്കുൽ മൗത്ത് നമ്മളിലേക്ക് കടന്നു വന്നാൽ ഒരു നിമിഷം ചൂച കിട്ടൂല, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഇല്ല. ഇനി നേരത്തെ നേരത്തെയും ഇല്ല.
നമ്മളെ തീരുമാനിച്ച സമയം ഏതാണോ ആ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിക്കുക തന്നെ ചെയ്യും. ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. ഖുൽ പറയുക നബിയെ, എന്താ പറയേണ്ടത്? നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്കുൽ മൗത്ത് സമയമാകുമ്പോ നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നീട് സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ യാത്രയാവുകയും ചെയ്യും. ഇന്നിവിടെ നമ്മള് ഒരു വാപ്പയുടെയും ഒരു ഉമ്മയുടെയും ഒരു കുടുംബത്തിലേക്ക് അംഗങ്ങളാണ്, ഒരു മഹല്ല് കമ്മിറ്റിയുടെ അംഗമാണ്, ഒരു യൂണിറ്റിന്റെ ഭാഗമാണ്, അങ്ങനെ തുടങ്ങി പല ഭാഗവുമായിരിക്കും നമ്മൾ. എന്നാൽ നമ്മളുടെ മടക്കം അത് അല്ലാഹുവിലേക്കാണ്. നമ്മൾ അല്ലാഹുവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നവരാണ്. ഈ നമ്മൾ സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, മലക്കുൽ മൗത്ത് വന്ന് നിന്റെ മരണം പിടിക്കും, നിന്നെ മരിപ്പിക്കും. പിന്നെയോ നിന്റെ റബ്ബിലേക്കാണ് നിന്റെ മടക്കം. ആ മരണം അത് അത്ര സുഖകരമല്ല. ആ മരണം അത് വേദനയാണ്. നമ്മൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് എന്തുമായിക്കോട്ടെ, മരണത്തിന് വേദനയുണ്ട്. ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ വേളയിൽ എത്ര വേദന സഹിച്ചു, എത്ര വേദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ടുണ്ട്. അതാണ് മരണം. കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ്. നമ്മുടെ മരണം സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന ഒരു നിമിഷമുണ്ട്. നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക് നമ്മുടെ മരണം എത്തുന്ന ഒരവസ്ഥ നമുക്ക് കടന്നു വരാനുണ്ട്. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ വേളയിലും ദുആ ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ അമറാത്തിൽ മൗത്ത് ഔ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, മരണത്തിലും മരണവേദനയിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പറയണം? നമ്മൾ അല്ലാഹുവിനോട് എത്ര ചോദിക്കണം? നമ്മൾ എന്നാൽ അതൊന്നും ആലോചിക്കുന്നില്ല. നമ്മളൊന്നും ആലോചിക്കാനോ നമ്മൾ ചിന്തിക്കാനോ തയ്യാറാകുന്നില്ല. മറിച്ച് ഈ ദുനിയാവിന്റെ സുഖങ്ങളിൽ നമ്മൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി നടക്കുകയാണ്. നല്ല വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല വീടെടുക്കണം, നല്ല രൂപത്തിലുള്ള ചുറ്റുപാടുണ്ടാക്കണം, നല്ല പഠനം ഉണ്ടാക്കണം, നല്ല ജോലി ഉണ്ടാക്കണം. ഇതൊക്കെ അവസാനിക്കും. ഇതിനൊക്കെ അവസാനം വെക്കുന്നതാണ് മരണം. ഇതിനൊക്കെ അവസാനം വെക്കും. ആ മരണത്തിന് വേദനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും രണ്ട് തരത്തിലുള്ള മരണങ്ങളെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മരണം അത് വേദനയേറിയ മരണമാണ്. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു മോശമാളുടെ അള്ളാഹുവിനെ അനുസരിക്കാത്ത, ദീനനുസരിക്കാത്ത ജീവിച്ച ഒരാളെ മലക്ക് വന്ന് പിടിക്കുമ്പോ അവന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് വരില്ല. അപ്പോഴാണ് പിടിച്ചങ്ങെടുക്കും. മലക്കുൽ മൗത്ത് വന്നിട്ട് പിടിച്ചങ്ങെടുക്കും, ഒരു ദാക്ഷിണ്യവുമില്ലാതെ. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു മോശപ്പെട്ട ദീനില്ലാത്ത ഒരു മനുഷ്യന്റെ മരണം, അവന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചു നിൽക്കും. പോകൂല, പോകാൻ വിട്ടുകൊടുക്കൂല. അറിയാം കഷ്ടത്തിലേക്കാണ് പോക്ക് എന്ന്, അറിയാം ഇനിയുള്ളതൊക്കെ ദുഃഖകരവും ഖേദകരവുമായ അവസ്ഥയാണ് എന്ന്. അള്ളാഹു പറഞ്ഞില്ലേ, ഒരു കൂട്ടരുത് ഇത് പിടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകും. പടച്ചോൻ പിടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകും. ഒരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ആ കൊണ്ടുപോക്കിൽ സഹാബാക്കൾ പറയുന്നുണ്ട്, ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒരു മുൾച്ചെടി പ്രവേശിപ്പിച്ച് ആ മുൾച്ചെടി ഒരു ശക്തിയുള്ള ഒരാൾ പിടിച്ചു വലിച്ചിറക്കുമ്പോ നമ്മുടെ നാഡീ നരമ്പുകളിൽ അത് കുടുങ്ങിക്കൊണ്ട് അതിനെ വലിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന വേദനയില്ലേ, അതാണ് മരണം. അതാണ് മരണം. ഞാൻ നിൽക്കുന്ന ഈ ഭൂമിയിൽ ആകാശം എന്റെ മേലേക്ക് വീണ് അതിന്റെ ഇടയിൽ ഞാൻ കിടക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ് മരണം. കഴിഞ്ഞില്ല. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ രണ്ട് തോളുകളിലും രണ്ട് പർവ്വതങ്ങൾ കെട്ടിവെച്ചതുപോലെയുള്ള ഭാരം ഞാൻ അനുഭവിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ചില ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നതല്ല നമ്മൾ ഇവിടെ പറയുന്നത്. മറിച്ച് ഈ കേൾക്കുന്ന, ഈ പറയുന്ന നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ട
മരണമെന്ന് പറയുന്ന ആ കവാടത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ചില ആളുകൾക്ക് നല്ല മരണമുണ്ട്. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ വന്നാശിതാതി നശ്താ. ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ റൂഹ് ഒരു വേദനയുമില്ലാതെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരും. എന്നാൽ അക്രമയുടേതല്ല. ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഒരു സത്യനിഷേധി, സത്യത്തെ നിഷേധിച്ചവൻ, ദീനനുസരിക്കാത്തവൻ, അവന്റെ അടുത്തേക്ക് മലക്കുകൾ കടന്നു വന്നുകൊണ്ട് അവന്റെ മുഖത്തും അവന്റെ പിരടിയിലും അടിക്കും. എന്നിട്ടാ കൊണ്ടുപോകുക. അല്ല, മറ്റൊരു വിഭാഗമുണ്ട് നല്ല മരണം ലഭിക്കുന്ന, മുസ്ലിമായി ജീവിച്ച, മുത്തഖിയായി ജീവിച്ച, അങ്ങനെ തന്നെ മരണപ്പെട്ട ആളുകൾക്ക് നല്ല മരണമുണ്ട്. ഒരു കപ്പിൽ നിന്ന് ഒരു കപ്പിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെ റൂഹ് അവരിൽ നിന്ന് എടുക്കും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ആരെന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുകയും ثم استقاموا അത് നിലനിർത്തുകയും ചെയ്താൽ تتنزل عليهم الملائكة ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. ഒരു കൂട്ടം മലക്കുകൾ എന്നാ റസൂലുള്ളാഹ് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൂട്ടം മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ടോ ആ നല്ല മനുഷ്യനെ ആ മലക്കുകൾ ഇങ്ങനെ പൊതിയും. ഒന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെയുള്ള മരണം ലഭിക്കുന്നവരാണോ നമ്മൾ? നമുക്കത് ലഭിക്കുമോ? അതിനുള്ള പണിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആകാശ ലോകത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വരും, നമ്മളെ പൊതിയും. എന്നിട്ടോ അവര് പറയുന്നത് എന്താ? അല്ലാ തഖാഫൂ, അല്ലാ തഖാഫൂ, നീ ഭയപ്പെടണ്ട. ഭയാണ് ഉണ്ടാകുക. മരണം ഭയപ്പെടുത്തുന്നതാണ്. കാരണം എന്താ? ഞാൻ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഇനി ഇതാ പ്രതിഫലം എനിക്ക് നൽകാൻ പോകുകയല്ലേ. ഞാൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, സഹോദരന്മാരെ സഹോദരിമാരെ, വേറെ ആരെയും പറ്റിയിട്ടല്ല നമ്മൾ ഇവിടെ പറയുന്നത്, നമ്മൾ ഓരോരുത്തരെ പറ്റിയിട്ടാണ്. ഈ വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെ പറ്റിയിട്ടാ പറയുന്നത്. നമ്മൾ ഓരോരുത്തരുടെ അടുത്തേക്കും മലക്കുകൾ കടന്നു വരുമോ? മലക്കുകൾ നമ്മളോട് പറയുമോ, നീ പേടിക്കണ്ട? അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ? ഈ ദുനിയാവിൽ പല യോഗ്യതകളും നമ്മൾ എണ്ണി പറയുമ്പോ, പല സർട്ടിഫിക്കറ്റുകളും നമ്മൾ നിരത്തി വെക്കുമ്പോ, സഹോദരന്മാരെ സഹോദരിമാരെ, മലക്കുകൾ വന്നുകൊണ്ട് പേടിക്കണ്ടോ എന്ന് പറയാനുള്ള യോഗ്യത നമുക്കുണ്ടോ? വലാ തഹ്സനൂ, വലാ തഹ്സനൂ, നീ വിഷമിക്കണ്ട. വിഷമമാണ്. പൊന്നോമന മക്കളെ വിട്ടിട്ട് പോകുകയാണ്. പൊന്നോമന മക്കളെ വിട്ടു പോകുകയാണ്. ഭാര്യയെ വിട്ടു പോകുകയാണ്. കുടുംബത്തെ വിട്ടു പോകുകയാണ്. ഉമ്മയും ബാപ്പയും വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം ഇവിടെ ബാക്കിയുണ്ട്. ആ സമയത്തുള്ള പിരിഞ്ഞുപോക്ക് ഒരു വേദനയാണ്. എന്നാൽ മലക്കുകൾ പറയാ, വലാ തഹ്സനൂ, നീ വിഷമിക്കണ്ട. വലാ തഹ്സനൂ, നീ വിഷമിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നിട്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുമല്ലോ. വബിശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. നീ ഈ ദുനിയാവിൽ നമസ്കരിച്ചതിനുള്ള, നോമ്പ് നോറ്റതിനുള്ള, സകാത്ത് നൽകിയതിനുള്ള, ഹജ്ജും ഉംറയും എല്ലാവിധ നന്മയും നീ ചെയ്തില്ലേ? വഅബ്ശിറു ബിൽ ജന്ന, നീ സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ടല്ലേ പണിയെടുത്തത്? നിനക്ക് സ്വർഗ്ഗമുണ്ട്. റൂഹ് വലിച്ചെടുത്തിട്ടില്ല കേട്ടോ, റൂഹ് വലിച്ചെടുത്തിട്ടില്ല. മലക്കുകൾ വന്ന് പറയുകയാണ്, നിനക്ക് സ്വർഗ്ഗമുണ്ട്. കേൾക്കണ്ടേ സഹോദരന്മാരെ സഹോദരിമാരെ, സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത. അതിനല്ലേ നമ്മൾ ദീനനുസരിച്ചത്? അതിനല്ലേ ഈ ഇസ്ലാം ഒരു മുസ്ലിമായി, ഒരു മുസ്ലിമത്തായി നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോയത്? എന്തിനാ നമ്മൾ എല്ലാ 5 നേരവും നമസ്കരിക്കുന്നത്? എന്തിനാണ് പാപമോചനം നമ്മൾ തേടിയത്? എന്തിനാണ് നമ്മൾ ഖുർആൻ പഠിച്ചത്? എന്തിനാണ് ഹദീസ് അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്? സ്വർഗത്തിനു വേണ്ടി.
സ്വർഗത്തിന് വേണ്ടി വഅബ്ശിറൂ ബിൽ ജന്ന കിട്ടി. നമുക്ക് നമ്മൾ എടുത്തതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടി. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. നീ പേടിക്കും ബേജാറാവൊന്നും വേണ്ട, നിനക്ക് സ്വർഗമുണ്ട്. ഇനി ഞങ്ങളുണ്ട് നിന്റെ കൂടെ. ഈ ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ, ഇനി നിങ്ങളുടെ ഞാൻ മലക്കുകൾ പറയാണ്, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട. ഇനി നിന്റെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം നിനക്കുണ്ട്, ഇനി നീ ആശിക്കുന്നതെല്ലാം നിനക്കുണ്ട്. ഇതൊക്കെ പറഞ്ഞ പടച്ചോൻ അവസാനം പറയാ, നുസുലം മിൻ ഗഫൂരിർ റഹീം, നുസുലം മിൻ ഗഫൂരിർ റഹീം. ഗഫൂറായ റഹീമായ ഏറെ പൊറുക്കുന്നവനായ കരുണാനിധിയായ അല്ലാഹുവിൽ നിന്നുള്ള സൽക്കാരാണിത്. അല്ലാഹുവിൽ നിന്നുള്ള സൽക്കാരം അത് ലഭിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. ജീവിതം മാറ്റിയെടുക്കണം, ജീവിതം നന്നാക്കണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വാലിഹായ അമലുകളാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയണം. എന്നാൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. നമ്മുടെ മരണത്തിന്റെ വേളയിൽ ദുനിയാവിൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, ദുനിയാവിൽ വലിയ ആനന്ദവും നമ്മൾ പ്രതീക്ഷിക്കണ്ട. കാരണം അങ്ങനെ ഇവിടെ നന്മ ചെയ്യുകയും അള്ളാഹുവിന് ഇവിടെ നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പരീക്ഷണങ്ങളും കടന്നു വരുന്നില്ല എന്നാണ് നമ്മൾ കരുതുന്നത് എന്നുണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര പരീക്ഷിച്ചത്? നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നലിൽ കുറെ കാലം മുന്നോട്ട് പോകാൻ നമുക്ക് പാടില്ല. മറിച്ച് നമ്മുടെ മരണം നമ്മളിലേക്ക് വന്നെത്തുമ്പോ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന ഞാനും ഈ കേട്ടിരിക്കുന്ന നിങ്ങളും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊന്നും കൂടി കേൾക്കാം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഏ സമാധാനമടഞ്ഞ ആത്മാവേ, ഏ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തി നേടിയെടുത്തുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് നീങ്ങുക. നമ്മുടെ ഭാഷയെ പറഞ്ഞ എന്താണെന്നറിയോ? നീ ഇങ്ങോട്ട് വാ, നീ കുറെ നോമ്പ് നോറ്റില്ലേ, നീ കുറെ പട്ടിണി കിടന്നില്ലേ, നീ എനിക്ക് വേണ്ടി കുറെ വിയർപ്പിച്ചില്ലേ, നീ എനിക്ക് വേണ്ടി നിന്റെ ആരോഗ്യത്തെയും നിന്റെ സമയത്തെയും നീ ചെലവാക്കിയില്ലേ. ഇനി നീ എന്റെ അടുത്തേക്ക് വാ, ഇനി നീ എന്റെ അടുത്തേക്ക് വരേണ്ട സമയമാണ്. എന്റെ അടിമകളുടെ അടുത്തേക്ക് നീ കടന്നുപോ, എന്റെ അടിമകളുടെ അടുത്തേക്ക് നീ പ്രവേശിക്ക്. എന്നിട്ടിതാ നീ സ്വർഗത്തിലേക്ക് അങ്ങ് കയറിക്കോ, സ്വർഗത്തിലേക്ക് നീ അങ്ങ് കയറിക്കോ. കേൾക്കണ്ടേ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ദുനിയാവിലുള്ള ഈ ജീവിച്ച ജീവിതം നല്ല മരണം ലഭിക്കാവുന്ന ഒരു ജീവിതമാണോ നമ്മൾ പടുത്തുയർത്തിയത് എന്ന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളായ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ്. മുസ്ലിമായിട്ടല്ലാതെ ഒരു മരണം നമ്മൾ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന ഒരു ദുആ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ദുആ ചെയ്യണം? നമ്മൾ ദുആ ചെയ്തിട്ടില്ല. നമ്മൾ വലിയ കാറ് ചോദിച്ചിട്ടുണ്ട് പടച്ചവനോട്, നമ്മൾ വലിയ വീട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ വലിയ തുക അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, ദുനിയാവിലുള്ള കുറെ സുഖങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ആരോഗ്യം തിരിച്ചു നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കടം പൂർത്തീകരിച്ചു തടയാൻ പടച്ചവനോട് കൂടെ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലേതെങ്കിലും ഒരു നിമിഷം അള്ളാഹുവിന്റെ മുന്നിൽ നിന്നിട്ട്
തവഫനി മുസ്ലിമ, തവഫനി മുസ്ലിമ, മുസ്ലിമായിട്ട് നീ എന്നെ മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂടെ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കൾക്ക് നൽകിയ ഉപദേശം? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്തോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ആയിക്കോട്ടെ, എന്നാൽ മക്കളെ നിങ്ങൾ മരിക്കുമ്പോ നിങ്ങൾ മുസ്ലിമീങ്ങളാകണമെന്നാണ് പ്രവാചകന്മാർ പറഞ്ഞു കൊടുത്തത്. പിന്നെയോ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, മരണത്തിനു മുന്നേ നമ്മുടെ പാപക്കറകൾ നമ്മൾ മായ്ച്ചു കളയണം. മരണത്തിനു മുന്നേ നമ്മുടെ പാപഭാരങ്ങൾ, പാപക്കറകൾ മായ്ച്ചു കളയാൻ നമ്മളെ കൊണ്ട് കഴിയണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, ഉടനെ അള്ളാഹുവിനെ ഓർക്കണം, ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം, ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം. നമുക്ക് അതാണ് കഴിയാത്തത്. പാപങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടാം. നമ്മുടെ അക്കൗണ്ട് പാപങ്ങൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നു. അത് മായ്ച്ചു കളയാൻ, അതില്ലാതാക്കി കളയാനുള്ള പണികൾ നമ്മളിൽ ഇല്ല. ഒന്നാലോചിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്. എപ്പെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ ആത്മാർത്ഥമായി ഇഖ്ലാസോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിന്നിട്ട്, അല്ലാഹുവേ പടച്ചോനെ പാപിയാണ്, പുറത്തു തരണേ പടച്ചോനെ, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പിന്നെ ആരെനിക്ക് പുറത്തു തരാനുള്ളത്? അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് തുടങ്ങി രാവിലെയും വൈകുന്നേരവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചൊല്ലാൻ പറഞ്ഞില്ലേ? എന്താ വാഗ്ദാനം? സ്വർഗ്ഗം നൽകാം. അതിലെന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തദഅത അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നീയല്ലാതെ എന്റെ പാപങ്ങൾ പൊറുക്കാൻ പടച്ചോനെ ആരുമില്ല. ചിന്തിച്ചു നോക്ക്, ജീവിതത്തിൽ എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ നിമിഷം വരെ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ഓരോ അവയവങ്ങൾ കൊണ്ടും നമ്മളെ ചെയ്തു തീർത്ത തിന്മകൾ എത്രയാണ്. ഇത് മായ്ക്കാതെയാണ് നമ്മുടെ മരണം നമ്മളിലേക്ക് വന്നെത്തുന്നത് എന്നുണ്ടെങ്കിൽ നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോകും. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. ആദമിന്റെ സന്തതികളാണ് നമ്മൾ. ആദമിന്റെ സന്തതികളായ നമ്മൾ തെറ്റുപറ്റും. എന്നാൽ ആരാതിൽ ഉത്തമൻ? അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. എന്താ നമുക്കതിന് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? നമ്മൾ ചെയ്ത തെറ്റ് അല്ലാഹുവിനോട് ഏറ്റുപറയുക, അതിനെ സമ്മതിക്കുക, ഇനി ഒരിക്കലും ജീവിതത്തിൽ അത് ചെയ്യില്ല എന്നുള്ള തീരുമാനമെടുക്കുക. പടച്ചോനോട് കരഞ്ഞ് 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 തേടാൻ നമ്മൾക്ക് എന്താ ഇത്ര മടി? കാരണം തൗബ സ്വീകരിക്കുന്ന ഒരു കാലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റൂഹ് തൊണ്ടയിലെത്താതെ വരെയുള്ള കാലം അടിമയുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. ഈ തൊണ്ടയിലേക്ക് നമ്മുടെ റൂഹ് എത്തിയാൽ, കണങ്കാലിൽ നമ്മുടെ കാലിൽ നിന്ന് തുടങ്ങി കണ്ണിലൂടെയാണ് റൂഹ് മലക്കുൽ മൗത്ത് വലിച്ചെടുക്കുക. തൊണ്ടയിലേക്ക് എത്തിയാൽ ആർക്കെങ്കിലും തടയാൻ കഴിയോ? ഫലൗലാ ഇദാ ബലഗതിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. ആ റൂഹ് തൊണ്ടയിൽ കുടുങ്ങുന്ന അവസ്ഥയിൽ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, ഒരാൾക്കും അതിനെ തടയാൻ കഴിയില്ല. ഒരാൾക്കും അതിനെ തടയാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും നല്ല ഡോക്ടർ നമ്മുടെ അടുത്തുണ്ടെങ്കിലും, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, എല്ലാ കുടുംബാംഗങ്ങളും അവിടെ കൂടിയിട്ടുണ്ടെങ്കിലും, ആ മരണത്തിൽ നിന്ന് പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ആ റൂഹ് തൊണ്ടയിലെത്തുന്നത് വരെ തൗബ ചെയ്യാൻ നമുക്ക് അവസരമുള്ളൂ. സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പറഞ്ഞു തന്ന മറ്റൊരു ഉപദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന 3 ദിവസം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു, നിങ്ങളിൽ ആരും അല്ലാഹുവിനെ കുറിച്ച്
നല്ല പ്രതീക്ഷയുള്ള ഒരാളായി അല്ലാതെ മരിക്കാൻ പാടില്ല. അള്ളാഹുവിൽ പ്രതീക്ഷ, പടച്ചോനിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇനി അടുത്ത സെക്കൻഡ് മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹു തീരുമാനിക്കണം. ഇനി അടുത്തൊരു നിമിഷത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ, ഒന്നും കൂടി ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടണമെങ്കിൽ, സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ആരോഗ്യനില എത്ര നന്നായി എന്ന് പറഞ്ഞിട്ടും, നമ്മുടെ അവസ്ഥ എത്ര നല്ലതാണ് എന്ന് പറഞ്ഞിട്ടും അർത്ഥമില്ല, കാര്യമില്ല. അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹുവിൽ നല്ല പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നമുക്കുണ്ടാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരിക്കാനായ ഒരു യുവാവിനെ കാണാൻ പോകുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുവാവിനോട് ചോദിക്കാണ്, ഇപ്പൊ നിന്റെ മനസ്ഥിതി എന്താണ്? ഇപ്പൊ നിന്റെ മാനസികാവസ്ഥ എന്താണ്? യുവാവ് പറയാണ്, എനിക്കെന്റെ റബ്ബില് വലിയ പ്രതീക്ഷ ഉണ്ട്. എനിക്കെന്റെ റബ്ബില് വലിയ പ്രതീക്ഷയുണ്ട്. എന്നിൽ നിന്നുണ്ടായ പിഴവുകൾ കാരണമായിട്ടാണ് ഞാൻ ഈ പേടിക്കണത്. എനിക്ക് പടച്ചോനില് ഭയങ്കര പ്രതീക്ഷയാണ്. ഞാന് ജീവിതത്തിൽ ചെയ്തു പോയ കുറച്ച് പിഴവുകളുണ്ട്, അതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ പേടിക്കുന്നത്. ഇത് കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മരണസമയത്തോ അതുപോലെയുള്ള വേളകളിലോ ഭയവും പ്രതീക്ഷയും ഒരുമിച്ചുണ്ടായിരുന്ന വിശ്വാസിക്ക് അവൻ പ്രതീക്ഷിക്കുന്ന നന്മ അല്ലാഹു നൽകും. അവൻ പേടിക്കുന്ന ദോഷത്തിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷിക്കും. ഒരാള് പ്രതീക്ഷ വെച്ചതാണ്. എന്താ പ്രതീക്ഷ? പടച്ചോനിന്റെ പിഴവുകൾ പുറത്തു തരും. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശരാകാൻ പാടില്ല. അല്ലാഹു നമുക്ക് പുറത്തു തരും. ഒരു പ്രശ്നവും ഇല്ല അതിന് പടച്ചോന്. പടച്ചോൻ കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. നമ്മൾ ഈ വന്നിരിക്കുന്ന പറയുന്ന ആരുമായിക്കോട്ടെ, എന്തു വലിയ തെറ്റുകളിൽ കടന്നു പോയിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകുക തന്നെ ചെയ്യും. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയാണ്, ആദമിന്റെ സന്താനമേ, നീ മനസ്സിലാക്കുക, തീർച്ചയായും നീ ഏകനായിട്ടാണ് മരിക്കുന്നത്, ഏകനായിട്ടാണ് നീ ഖബറിൽ പ്രവേശിക്കുന്നത്, ഏകനായിട്ടാണ് നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. എല്ലാം നീ ഏകനായിട്ടാണ്. പിന്നെ എന്തേ ഒറ്റക്കാവുന്നതിനെ നീ ഭയക്കുന്നു? വേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. സഹോദരന്മാരെ സഹോദരിമാരെ, ആ മരണം നമ്മളിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, കാലിൽ നിന്ന് തുടങ്ങി കണ്ണിലൂടെ ആ റൂഹ് പുറത്തു പോയി കഴിഞ്ഞാൽ, നല്ല മനുഷ്യരുടെ റൂഹ് അള്ളാഹുവിന്റെ മലക്കുകൾ എടുക്കാൻ വരിക എങ്ങനെയാണെന്നറിയോ? സ്വർഗത്തിൽ നിന്നുള്ള ഒരു കഫം പുടവ കൊണ്ട് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് നമ്മുടെ റൂഹ് അതിൽ പൊതിയും. എന്നിട്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോകും. ഏതിലായിരിക്കും നമ്മൾ പോകുക? നമ്മുടെ മരണം എങ്ങനെയായിരിക്കും? നമ്മുടെ മരണത്തെ പറ്റി എന്തേ നമ്മൾ ചിന്തിക്കുന്നില്ല? നമ്മുടെ മരണം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, ആ മരണത്തിന്റെ ഭീകരത ഇനിയും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, ആലോചിക്കുക നമ്മുടെ പെറ്റ ഉമ്മയെ പറ്റി, നമ്മളെ വളർത്തിയ വാപ്പയെ പറ്റി. ആ വാപ്പയും ഉമ്മയും അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന ആ ഒരു അവസ്ഥ എത്ര ഭീകരമാണല്ലേ. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മോനെ ഇരിക്ക്, ഇതാ വെള്ളം എടുക്കാം, നീ ബാഗ് അഴിച്ചു വെക്ക്, നിന്റെ പണിസാധനങ്ങൾ ഇവിടെ വെക്ക് എന്ന് തുടങ്ങി എന്തു തന്നെ എല്ലാം ചെയ്തു തരുന്ന ആ ഉമ്മ ഒരു ദിവസം വീട്ടിലേക്ക് കയറുമ്പോ ഇല്ലാതെയാകുന്ന ആ ശൂന്യത, അതാണ് മരണം. അതാണ് മരണം. വാപ്പ എപ്പോഴും എന്നെ വിളിച്ചിട്ട് അന്വേഷിക്കുന്ന കാര്യങ്ങള്. എപ്പോഴും ഉച്ചയ്ക്ക് ശേഷം വാപ്പ വിളിക്കുന്ന ഒരു സമയമുണ്ട് എനിക്ക്. ഞാൻ പ്രവാസിയായിരിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞൊരു സഹോദരൻ പറഞ്ഞതാ, എല്ലാ ദിവസവും വാപ്പ വിളിക്കുന്ന ഒരു സമയമുണ്ട്. എന്നാൽ വാപ്പാന്റെ മരണത്തിന് ശേഷം ആ വിളിയില്ലാത്ത ആ നിമിഷങ്ങൾ എനിക്ക് നൽകിയ വേദന ചെറുതല്ല എന്ന് പറയുമ്പോ, എനിക്ക് നൽകിയ നൊമ്പരം ചെറുതല്ല എന്ന് പറയുമ്പോ, അതാണ് സഹോദരന്മാരെ സഹോദരിമാരെ മരണം എന്ന് പറഞ്ഞാൽ. ആലോചിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്. ഒരു ദിവസം ഒരു ഫോൺ കോളിലൂടെ നമ്മുടെ വാപ്പയുടെയും നമ്മുടെ ഉമ്മയുടെയും മരണവാർത്ത നമ്മൾ അറിയിക്കുമ്പോ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ എത്ര ഭീകരമാണ്. ഒരാൾ പറയാണ്, ഉമ്മ മരണപ്പെട്ടപ്പോ സുഹൃത്ത് പറയാണ്, ഞാൻ കരയൂല, നീ പേടിക്കണ്ട, നീ എന്റെ അടുത്തൊന്നും അതിനെ സമാധാനിപ്പിക്കണ്ട, ഞാൻ കരയൂല. എന്നാൽ വീട്ടിലെത്തി, വീട്ടിന്റെ ഉള്ളിൽ കയറി ആ കഫൻ തുണി ഉമ്മയുടെ മുഖത്തിൽ നിന്ന് മാറ്റി ഉമ്മയെ കണ്ടപ്പോ
പൊട്ടിക്കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു, പൊട്ടിക്കരയും, കരയാതിരിക്കാൻ കഴിയൂല. അതാണ് മരണത്തിന്റെ വേദന. നൊന്തുവെറ്റ മകൾ ഒരു ദിവസം മരണപ്പെട്ടു എന്നറിയുമ്പോ നമ്മൾ അനുഭവിക്കുന്ന വേദന, അതാണ് യഥാർത്ഥത്തിൽ മരണം. എന്നാൽ ആ മരണം സന്തോഷകരമാക്കാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹു പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രൂപത്തിലുള്ള ഒരു ജീവിതത്തെ പടുത്തുയർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മൾ ഇടപെടുന്ന മേഖലകൾ സത്യസന്ധതയോടെ കൈകാര്യം ചെയ്യുവാൻ, നമസ്കരിക്കുമ്പോ ഇഖ്ലാസോടെ നമസ്കരിക്കാൻ, സകാത്ത് നൽകുമ്പോ ഇഖ്ലാസോട് കൂടി നൽകാൻ, നോമ്പെടുക്കുമ്പോ അത് ഇഖ്ലാസോട് കൂടി ചെയ്യാൻ, സദഖകൾ നൽകുമ്പോ അല്ലാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വഅബ്ശിറൂ ബിൽ ജന്ന എന്ന് മലക്കുകളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും കേൾക്കാൻ കഴിയും. ആ മരണത്തിന് ശേഷം കഴിഞ്ഞില്ലല്ലോ, പിന്നീട് ഒരു ഖബർ ജീവിതമുണ്ട്, പിന്നീട് ഒരു ഖബർ ജീവിതമുണ്ട്. ആ ഖബറിലേക്ക്, ആ 6 അടി മണ്ണിലേക്ക് നമ്മളെ ഇറക്കി വെക്കും നമ്മുടെ ചുറ്റുമുള്ളവർ. വാപ്പയുടെ ദേഹത്തൊരു ചളി കണ്ടാൽ, ഉമ്മയുടെ ദേഹത്തോട് പൊടി കണ്ടാൽ തട്ടിക്കളയുന്ന മക്കൾ ആ ഉമ്മയെയും വാപ്പയെയും 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗം കടന്നു വരാനുണ്ട്. ആ ഖബറിന്റെ അടുത്തേക്ക് എത്തിയാൽ, ആ പള്ളിക്കാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയാൽ പിന്നെ എല്ലാവരും സമമല്ലേ? ഈ ദുനിയാവിൽ സൗന്ദര്യം പറഞ്ഞുകൊണ്ട്, കുടുംബ പേര് പറഞ്ഞുകൊണ്ട്, നമ്മളുടെ പൈസ പറഞ്ഞുകൊണ്ട്, വീടിന്റെ വലുപ്പം പറഞ്ഞുകൊണ്ട്, പല രൂപത്തിൽ ഓരോ തരത്തിൽ വിഭാഗീയത കാണിച്ചവരെല്ലാം ഒന്നിക്കുന്ന ആ പള്ളിക്കാട്, ആ ഖബർസ്ഥാൻ നമ്മളും കാണാറില്ലേ? ഖബർസ്ഥാൻ, ആ ഖബറിലുള്ളവരുടെ അവസ്ഥ എന്താണ്? ഖബറിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരും മടങ്ങിപ്പോകും. ഉപ്പയെ ഒരിക്കലും ഒറ്റപ്പെടുത്താത്ത, ഉമ്മയെ ഒരിക്കലും ഒറ്റപ്പെടുത്താത്ത മക്കൾ അന്ന് ഉപ്പയെയും ഉമ്മയെയും ഒറ്റക്കാക്കി വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥ. ആ ഖബറിന്റെ അടിയിൽ നമ്മൾ ഒറ്റക്കാകും. ആ ഖബറിന്റെ അടിയിൽ നമ്മൾ ഒറ്റക്കാകും. അവസാനമായിട്ടുള്ള ആൾ അതിൽ നിന്ന് കടന്നു പോകുന്നത് വരെ, ആ അവസാനത്തെ ആൾ നമ്മുടെ ഖബറിന്റെ അടുത്ത് നിന്ന് കടന്നു പോകുമ്പോ നമ്മൾ കേൾക്കും അവരുടെ കാലടി ശബ്ദം. അവിടെ നമുക്ക് എന്താ ഉണ്ടാകുക? അവിടെ മലക്കുകളുടെ ചോദ്യമുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? റബ്ബാരാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് പോകാൻ കഴിയണം. മാ ദീനുക എന്ന് ചോദിക്കുമ്പോ, നിന്റെ ദീൻ ഏതാണ് എന്ന് ചോദിക്കുമ്പോ അത് ഇസ്ലാമാണ് എന്ന് പറയാൻ, ഇസ്ലാമിന്റെ ആളുകളായി, മുസ്ലിങ്ങളായി ഈ ദുനിയാവിലുള്ള ജീവിതം പടുത്തുയർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു തന്നിട്ട് ചോദിക്കും, ഇതാരാണ്? ഇതാരാണ്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, എന്റെ റസൂലാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ജീവിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. നമ്മൾ മരണപ്പെട്ടാൽ ചുറ്റുള്ള ആളുകൾ പറയും നല്ല മരണമാണ്, ചിരിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മയ്യത്ത് കട്ടിലിലേക്ക് ആ മയ്യത്തിനെ വെക്കുമ്പോ മയ്യത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? യാ വൈലഹാ, യാ വൈലഹാ, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, എന്നെ കൊണ്ടുപോകുന്നത് ആ മനുഷ്യന്റെ അട്ടഹാസങ്ങളും ആ മനുഷ്യന്റെ ആർത്തനാളങ്ങളും ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും കേൾക്കും, മനുഷ്യരൊഴികെ. ആ മയ്യത്തിന്റെ നിലവിളി എല്ലാ ജീവജാലങ്ങളും കേൾക്കും. ആ രീതിയിലുള്ള യാ വൈലഹാ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ കരയും. ആ മരിച്ച മനുഷ്യൻ കരച്ചിൽ മനുഷ്യന്മാർ കേട്ടിരുന്നുവെങ്കിൽ ഇല്ല സാഹിഖ, അതെങ്ങാനും മനുഷ്യൻ ആ മയ്യത്തിന്റെ നിലവിൽ കേട്ടിരുന്നുവെങ്കിൽ അവന്റെ ബോധം നഷ്ടപ്പെട്ടേനെ, അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, മരണം അത് വേദനയാണ്. മരണം അത് വല്ലാത്തൊരവസ്ഥയാണ്. ആ മരണത്തില് വേണ്ടി തയ്യാറാകുക എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാകണം.
മഹാനായ സഹാബിയെ പറ്റി നമുക്ക് പറയുന്നതായിട്ട് കാണാൻ കഴിയും. 6 വർഷം ആ സഹാബി കഴിഞ്ഞിട്ടുള്ളൂ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു 6 വർഷം മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. എന്നാൽ 6 നൂറ്റാണ്ടിന്റെ ചരിത്രം ഉണ്ടാക്കാൻ മഹാനായ സഹാബിക്ക് കഴിഞ്ഞു. ആ സഹാബിയുടെ മരണത്തിൽ റൂഹ് ആകാശത്തിലേക്ക് പോയപ്പോ അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടു. ആ സഹാബിയോട് ചോദിക്കുന്നുണ്ട്, സഹാബാക്കൾ, എന്ത് കാരണം കൊണ്ടാണ് ഈ ദറജയിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ആകാൻ എങ്ങനെ കഴിയുന്നത്? സഹാബി പറയാണ് 3 ഗുണങ്ങൾ. ഒന്ന്, ഞാൻ എന്റെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ മറ്റൊരു കാര്യത്തെ പറ്റിയിട്ടും ഞാൻ ചിന്തിക്കൂല. നമുക്ക് നമസ്കാരത്തിലേക്ക് കടന്നാലാണ് പല ചിന്തയും വരുന്നത്. നമസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചാൽ മറ്റൊരു കാര്യവും എനിക്ക് ഓർമ്മ വരില്ല, മറ്റൊരു ചിന്ത എനിക്ക് ഉണ്ടാവില്ല. നമസ്കാരത്തിൽ പൂർണ്ണമായി ശ്രദ്ധ ഞാൻ നൽകും. ഉണ്ടോ ജീവിതത്തിൽ ഉണ്ടോ അത്? രണ്ടാമതായിട്ട് പറയാണ്, ഞാൻ ജീവിതത്തിൽ ശ്രദ്ധിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന്, അതൊരു ഹക്കാണ് എന്നുണ്ടെങ്കിൽ അത് ശരിയായ രൂപത്തിൽ ഞാൻ അറിഞ്ഞാൽ ഞാനത് അനുസരിക്കും. എങ്ങനെ? ഒരു ഹദീസ് കേട്ടാൽ അതങ്ങനെ തന്നെയാണോ, അതൊക്കെ എടുക്കണം നമ്മള്, അതങ്ങനെ ഉണ്ടാവോ, അങ്ങനൊക്കെ ഉണ്ടാവോ? ഇല്ല, അതില്ല, ശക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അനുസരിച്ചു. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രമേ ഞാൻ സ്വീകരിക്കൂ. എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യത്തിന്മേൽ മറ്റേതൊരാൾ അഭിപ്രായം പറഞ്ഞാലും അത് ഞാൻ സ്വീകരിക്കൂല. റസൂലുള്ള ആ വിഷയത്തിൽ എന്തു പറഞ്ഞു അത് ഞാൻ സ്വീകരിക്കും. ഇനി റസൂലുള്ളാഹിന്റെ മേൽ ഒരാൾ പറഞ്ഞാൽ ഞാൻ അത് കേൾക്കൂല. ഈ 3 ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ, സഹോദരിമാരെ, നന്നാക്കാൻ നമുക്ക് കഴിയുക അത് നമ്മുടെ മരണമാണ്. ആ മരണം വന്നെത്തുമ്പോ സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട്, മനസ്സമാധാനം അടഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. ഈ ദുനിയാവിനെ നമ്മൾ എന്തിന് പ്രാധാന്യത നൽകണം? ഈ ദുനിയാവിനെ നമ്മൾ ആഖിറത്തിനേക്കാൾ പ്രാധാന്യം നൽകാൻ പാടില്ല. നമ്മൾ ഈ ലോകത്ത് നിന്ന് കടന്നുപോയാൽ ഇവിടെ ഒന്നും മാറാനൊന്നുമില്ല. ഇന്ന് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാൽ മറ്റൊരാൾ ഇവിടത്തേക്ക് കടന്നു വരും. ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളുടെ ഇടങ്ങളിൽ നിങ്ങളില്ലാതെയായാൽ മറ്റൊരാൾ കടന്നു വരും. നമ്മൾ നന്നാകണം, നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കണം. ഈ ദുനിയാവിൽ എന്തൊക്കെയോ ചെയ്തുണ്ടാക്കി പോകണമെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് ഉപകാരപ്പെടൂല. അള്ളാഹു എന്ത് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗ്ഗം അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മളാകണം ഖുർആനിന്റെ ആളുകൾ, നമ്മളാകണം ഹദീസിന്റെ ആളുകൾ. നമ്മൾ പഠിക്കണം സഹാബാക്കളുടെ ചരിത്രം, നമ്മൾ അറിയണം നമ്മുടെ മുൻഗാമികളെ പറ്റി. അവരിലൂടെ ആ സ്വർഗം നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ പഠിക്കാൻ ജീവിതത്തിൽ എത്ര സമയം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്? ഒരായത്ത് ഹർക്കത്തുകൾ തെറ്റാതെ പാരായണം ചെയ്യാൻ നമുക്കറിയുമോ? ഹർക്കത്തുകൾ തെറ്റാതെ ഒരായത്ത് ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്കറിയുമോ? സൂറത്തുൽ ഫാത്തിഹ അർത്ഥം മനസ്സിലറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യാൻ ഇനിയും നമുക്ക് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഖുർആനിന്റെ ആളുകളാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ആഴ്ചയിൽ നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ നമ്മളില്ല. എന്തേ? ഖുർആനിന്റെ ആളുകളാവണ്ടേ? ഖുർആനിന്റെ ആളുകൾ അള്ളാഹുവിന്റെ കുടുംബക്കാരാണ്, അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടും അതാകാൻ നമുക്ക് താല്പര്യമില്ല, അത് സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്ര കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു, എത്ര ഹദീസുകൾ നമ്മുടെ മുന്നിലൂടെ ദിവസവും സ്റ്റാറ്റസ് ആയിട്ടും ഫോർവേഡ് മെസ്സേജ് ആയിട്ടും കടന്നു പോകുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സുന്നത്ത് ഞാനിതാ മുറുകെ പിടിക്കുന്നു എന്ന് പറയാൻ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിലുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, ഒരു സുന്നത്ത് ജീവിതത്തിലുണ്ടോ നമ്മളുടേത്? പരിശോധന ആവശ്യമാണ്. സഹാബാക്കളുടെ ചരിത്രം ധാരാളം കേട്ടിട്ടുണ്ട്.
ധാരാളം കേട്ടിട്ടുണ്ട്, ധാരാളം വായിച്ചിട്ടുണ്ട്. സഹാബാക്കളെ അറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അറിയാം, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അറിയാം. അങ്ങനെ തുടങ്ങി എല്ലാ സഹാബാക്കളെയും നമുക്കറിയാം. അവരുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും ഒരു പാഠം ഈ ദുനിയാവിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? ജീവിതത്തിൽ എത്ര സമയമാണ് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞത്? ഇന്ന് നമുക്കൊന്നും തോന്നില്ല, ഇന്നൊരു കുറ്റബോധവും നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇപ്പോഴും ഒരു സംശയത്തിലാണ്. എന്താ സംശയം എന്നറിയോ? മരിക്കാനൊന്നായിട്ടുണ്ടാവില്ല, ഞാൻ മരിക്കാനൊന്നായിട്ടില്ല. അതിന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് എന്തുള്ളത്, ഒരു ശക്കുള്ളത്. ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഏതുവരെ? ഒരു റമദാനിൽ മാത്രമാണോ? ഒരു മുഹറം മാസത്തിൽ മാത്രമാണോ? ദുൽഹിജ്ജ മാസത്തിൽ മാത്രമാണോ? അല്ല, മറിച്ച് നിന്റെ മരണം വരെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. യഖീൻ എന്നാണ് പടച്ചവൻ ഉപയോഗിച്ച വാക്ക്. ഇബ്നുൽ ബസ്രി റഹിമഹുല്ലാ പറയുന്നുണ്ട്, ആ യഖീനിന്റെ വിഷയത്തിൽ മാത്രമാണ് ആളുകൾക്ക് സംശയമുള്ളത്. ആ യഖീൻ മരണമാണ്. ഞാനിപ്പോ ഒന്നും മരിക്കൂല, ഞാൻ ഇന്നും മരിക്കൂല, ഞാൻ നാളെ മരിക്കൂല, ഞാൻ മറ്റന്നാളെ മരിക്കൂല, ഞാൻ എന്റെ മക്കളുടെ കല്യാണം കഴിയുന്നവരെ മരിക്കൂല, ഞാൻ എന്റെ വീട് പണി പൂർത്തിയാകുന്നവരെ മരിക്കൂല, ഞാന് പെരുന്നാൾ കഴിയാണ്ട് മരിക്കൂല എന്ന് പല പ്രതീക്ഷയിലാണ് നമ്മൾ. എന്നാൽ കഴിഞ്ഞ പെരുന്നാളിനെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്താണെന്നറിയോ? പെരുന്നാളിന് നല്ല വസ്ത്രം ധരിച്ച് നല്ല അത്തറ് പൂശി യാത്ര പോവുകയാണ്. പോകുന്ന വേളയിൽ അതാ നമ്മുടെ നാട്ടിൽ നിന്ന് സൈഡിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നു. ആലോചിക്കണം, ചിന്തിക്കണം. മരണത്തിന് അങ്ങനെ പെരുന്നാളൊന്നുമില്ലല്ലോ. ഒരു മാസം കാത്തിരുന്നു, ഒരു മാസമല്ല ഒരു വർഷം കാത്തിരുന്നു. എല്ലാവരും ആവേശത്തിലാണ്. നല്ല വസ്ത്രം ധരിച്ച് രാവിലെ പള്ളിയിലേക്ക് പോയി നല്ല ഭക്ഷണം കഴിച്ച് ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ അതാ കടന്നു വരുന്നു മലക്കുൽ മൗത്ത്, പിടിച്ചു കൊണ്ടുപോയി. ഒരു ദിവസം മലക്കുൽ മൗത്ത് നമ്മളിലേക്ക് വരും. നമ്മളിലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ എന്തിന്റെ ആളാ നമ്മള്? എന്തിന്റെ ആളാണ് നമ്മള്? അടിച്ചുപൊളിയുടെ ആളാണോ? ദുനിയാവിൽ വലിയ കെട്ടിടങ്ങൾ പൊക്കിയ ആളാണോ? ദുനിയാവിൽ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയവനാണോ? അതൊക്കെയാണെന്ന് എനിക്ക് ഒരു പ്രാധാന്യവുമില്ല, ഒരു പ്രത്യേകതയുമില്ല. നീ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയാണോ? എന്നാ ഇങ്ങോട്ട് വന്നോളി, സ്വർഗം കിട്ടോ. നമ്മൾക്കിന്നും പൈസയാണ്, നമ്മൾക്കിന്നും സമ്പത്താണ്. ആ സമ്പത്ത് ഉണ്ടാക്കുന്ന മേഖലയെ പറ്റിയിട്ട് നമുക്ക് സംസാരമുള്ളൂ, നമുക്ക് ചിന്തയുള്ളൂ. എല്ലാ സമ്പാദ്യമാണ്, പൈസ ഉണ്ടെങ്കിലേ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഓരോ ഡയലോഗുകൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്ത് നിന്ന് കട്ടെടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ അടിച്ച് ജീവിക്കുകയാണ്. മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്നതാ, പൈസ ഉണ്ടാക്കിക്കോട്ടോ, അല്ലെങ്കിൽ നഷ്ടാണ്, ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവൂലേ. അതുകൊണ്ടല്ലേ പൈസയുടെ പിറകിലെ പോയി ഹറാമുകളിൽ അവരെത്തിയത്. പൈസയോടുള്ള ആർത്തി മൂർത്തിട്ടല്ലേ പലിശയിലേക്കും മറ്റ് തെറ്റുകളിലേക്കും അവരെത്തിച്ചേരിയത്. ആലോചിക്കണം, ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ ചെയ്യാനുള്ള അവസരം നമുക്ക് നൽകി, നന്മയിൽ മുന്നേറാനുള്ള അവസരം നമുക്ക് നൽകി. എന്തേ നമുക്കതിന് സാധിക്കുന്നില്ല? എന്താ നമുക്കുള്ള തടസ്സം? മരണം നമ്മളിലേക്ക് വരുമ്പോ ആശിക്കും, മരണം നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോ കൊതിക്കും. നമ്മൾ പറയും, فيقول رب لولا أخرتني إلى أجل قريب. ഒരു സമയം കൂടി തരുമോ പഠിച്ചോനെ? ഒരു സമയം, കുറച്ചു സമയം തരുമോ? കുറച്ചു സമയം അനുവദിക്കോ? ഒരു സുബ്ഹാനല്ലാഹ് അല്ലട്ടെ, ഒന്ന് ധർമ്മം ചെയ്യട്ടെ, ഒന്ന് ഞാനൊരു നല്ലൊരു സത്യം പറയുന്ന സത്യസന്ധനാകട്ടെ. ചോദിക്കും. ഇല്ല, പഠിച്ചോന്റെ മറുപടി ഇല്ല, ഇല്ല തന്നെയാണ്. പിന്നെ ഒരു അവസരം ഇല്ല. ഇന്ന് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മൾ കഷ്ടപ്പെടുക,
നമ്മൾ വേദനിക്കുക, നമ്മൾ നിരാശപ്പെടുക, ആ മലക്കുൽ മൗത്ത് നമ്മളിലേക്ക് കടന്നു വരുന്ന ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സുഖകരമായ ഒരു മരണം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് ലഭിക്കുന്ന മരണം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ട്. എല്ലാ ബുധനാഴ്ചയും ഇശാ നമസ്കാരത്തിന് ശേഷം ഖുർആൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. എന്തേ നമ്മൾ ഇവിടത്തേക്ക് എത്തിച്ചേരുന്നില്ല? എന്തേ നമുക്ക് ആഗ്രഹമില്ല? എന്തേ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ കഴിയുന്നില്ല? രാത്രി എത്ര ദൂരത്തായാലും കല്യാണ വീടുകളിൽ നമ്മളുണ്ട്, ഹോട്ടൽ പാർട്ടികളിൽ നമ്മളുണ്ട്. ഖുർആൻ ക്ലാസ്സിന് ശാഖേശ ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിന് പ്രാധാന്യം നൽകുന്നവരാക്കി നമ്മളെല്ലാവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകി മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും നല്ല അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ നിമിഷവും അല്ലാഹുവിനെ ആലോചിച്ച് അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം പടുത്തുയർത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപോയവരുടെ കബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപോയവരുടെ കബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതൊരു സാലിഹായ അമലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ എത്തിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.